തിരുവയ്യാണിക്കുളം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്തുള്ള വെള്ളയാരിപ്പള്ളിയിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവ പാർവതി ക്ഷേത്രം. ഒരു ശ്രീകോവിലിൻ്റെ കിഴക്ക് ദർശനമായി ശിവനും പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പാർവതി ദേവിയുടെ നട ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് മാത്രമേ തുറക്കൂ എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമമുള്ള ഈ ക്ഷേത്രം വിവാഹ കാര്യങ്ങൾക്കും ഐശ്വര്യത്തിനും പേരുകേട്ടതാണ്. ഇവിടെ രാമായണ ശില്പങ്ങൾ കൊത്തിയ ബലിക്കൽ പുരയും പ്രശസ്തമാണ്. പ്രധാന പ്രതിഷ്ഠ കിരാതമൂർത്തിയായ ശിവനും ആദിപരാശക്തിയായ പാർവതിയും എന്ന സങ്കല്പം. മംഗളവരദായിനിയായ ശ്രീ പാർവതി ദേവി ദർശനം നൽകുന്ന 12 ദിവസം. തിരുവയ്യാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തിന് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെ. കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവയ്യാണിക്കുളം മഹാദേവ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നും വിളിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് ഏറെ പ്രത്യേകതകൾ. ശിവനും പാർവതിയും ഒരു ശ്രീകോവിലിന് വ്യത്യസ്തമായ ദിശകളിൽ ദർശനം നൽകുന്ന പ്രതിഷ്ഠയാണ് തിരുവയ്യാണിക്കുളത്തുള്ളത്. ഒപ്പം സതീദേവിയുടെ പ്രതിഷ്ഠയുമായുള്ള പുണ്യക്ഷേത്രം. തിരുവയ്യാണിക്കുളം ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്ന മഹോത്സവമാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് മഹോത്സവത്തിൽ പങ്കെടുത്ത് സായുജ്യമടങ്ങാനെത്തുന്നത്. വർഷത്തിൽ 12 ദിവസം മാത്രം തുറന്നിരിക്കുകയുള്ളൂ. മഹാദേവൻ്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ അടുത്ത 12 ദിവസത്തേക്കാണ് നട തുറക്കുന്നത്. നടതുറപ്പ് ചടങ്ങ് മുതൽ ശ്രീ പാർവതി ദേവിയുടെ തോഴിമാരെന്ന സങ്കല്പത്തിൽ ബ്രാഹ്മണിയമ്മ സങ്കല്പത്തിലുള്ള സ്ത്രീകൾ കൂടി നിന്നാണ് പ്രധാന പൂജകൾക്ക് നേതൃത്വം നൽകുക. അകവൂർ മന, വെൺമണി മന, വെടിയൂർ മന എന്നീ ബ്രാഹ്മണ കുടുംബങ്ങളുടെ ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രം നടത്തിപ്പുകൾ. പാർവതി ദേവിയാണ് പണ്ട് ശിവഭഗവാന് ആവശ്യമായ നിവേദ്യം തയ്യാറാക്കിയിരുന്നത്. നിവേദ്യത്തിനാവശ്യമായ സാധനങ്ങൾ തിടപ്പള്ളിയിൽ എത്തിച്ചു നൽകുകയും ശേഷം തിടപ്പള്ളി അടച്ചിടുകയുമായിരുന്നു പതിവ്. നിശ്ചിത സമയത്തിനുള്ളിൽ നിവേദ്യം തയ്യാറാകുമായിരുന്നു. ഈ നിവേദ്യം തയ്യാറാക്കിയിരുന്നത് ദേവിയാണ് എന്നതിൽ ചിലർക്ക് സംശയം തോന്നി. അങ്ങനെ ഒരു നാൾ നിവേദ്യം തയ്യാറാക്കാൻ സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷം ദർശനം നടത്താനെത്തി. സമയമാകും മുൻപ് തിടപ്പള്ളി തുറന്നു നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായ ശ്രീ പാർവതി ദേവി ഭക്ഷണം പാകം ചെയ്യുന്ന കാഴ്ച കണ്ടത്. തൻ്റെ രഹസ്യം പുറത്തായാൽ ദേവിയുടെ കാഴ്ച കണ്ടവരും വിഷമത്തിലായി. ഇതോടെ ക്ഷേത്രം വിട്ടുപോകാൻ ദേവി തീരുമാനിച്ചു. എന്നാൽ പോകരുതെന്ന വിശ്വാസികളുടെ അഭ്യർത്ഥന മാനിച്ച് ദേവി തൻ്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം മാത്രം ദർശനം നൽകാമെന്നും ആ സമയത്ത് വന്ന് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്ന് പറഞ്ഞു മടങ്ങുകയായിരുന്നു. ഇതാണ് ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തിന് പിന്നിലുള്ള വിശ്വാസം. ഇതിലെ പ്രധാന വഴിപാടുകൾ. നടതുറപ്പ് മഹോത്സവവുമായി അനുബന്ധിച്ച് ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ പറനിവേദ്യം, മഞ്ഞൾ, മലർ, പൂവ്, നാണയം, നെല്ല് എന്നീ ദ്രവ്യങ്ങൾ കൊണ്ട് പറ സമർപ്പിക്കുന്നു. മഞ്ഞൾപ്പറ കാര്യസിദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനും മംഗല്യ സൗഭാഗ്യത്തിനുമായി വിശിഷ്ടമാണ്. അതുപോലെ തന്നെ മഹാദേവൻ്റെ നടയിൽ എള്ള്, മലർ, നെല്ല് എന്നീ ദ്രവ്യങ്ങൾ കൊണ്ടും പറസമർപ്പണം നടത്തുന്നു. എള്ള് പറ നടത്തുന്നത് രോഗശമനത്തിന് ഏറെ പ്രധാനം. കൂടാതെ പാർവതി ദേവിക്ക് തട്ട സമർപ്പണം. തട്ടത്തിൽ പട്ടുപുടവ, താലി, വാൽക്കണ്ണാടി, കുങ്കുമം എന്നിവ സമർപ്പിക്കുന്നത് മംഗല്യ സൗഭാഗ്യത്തിന് ഏറെ ഉത്തമം. അതുപോലെ ശാസ്താവിൻ്റെ നടയിൽ നാളികേരം ഉടയ്ക്കുന്നതും എള്ളുതിരി കത്തിക്കുന്നതും സർവ്വദുരന്ത ശമനത്തിന് ഉത്തമം. അതുപോലെ തന്നെ ശിവന് എതിർ ദിശയിലായി സ്ഥിതി ചെയ്യുന്ന നാഗദൈവങ്ങൾക്ക് പുള്ളുവാൻ പാട്ട്, നാവേറ് പാട്ട് എന്നിവ ദോഷങ്ങൾ പാടിത്തീർക്കുന്നതിന് ഉത്തമം. എല്ലാ ഭക്തർക്കും നടതുറപ്പ് മഹോത്സവം അനുബന്ധിച്ച് ദർശനം നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു.